ഹലോ എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് BSc BSc അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയറി ടെക്നോളജി എന്ന കോഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ കൂടെയുള്ളത് ജിഫ മാം ആണ്. സിഒ കോളേജിലെ അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയറി ടെക്നോളജിയിലെ ലെക്ചറാണ്. മൈസൂരിലെ കോളേജാണ്. അപ്പോൾ നമുക്ക് ജിഫ മാമിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയറി ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു BSc പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്. നമുക്കറിയാം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ എൻക്വയറി ചെയ്യുന്ന ഒരു കോഴ്സാണ് BSc അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയറി ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, എത്ര വർഷത്തെ ഡ്യൂറേഷൻ ഉള്ള ഒരു കോഴ്സാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ആക്ച്വലി 3 വർഷത്തെ ഡ്യൂറേഷൻ ആണ്. ആൻഡ് 4ാമത്തെ വർഷം ഇന്റേൺഷിപ്പ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ 4 ഇയർ പ്രോഗ്രാം തന്നെയാണ് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതിന്റെ സബ്ജക്ട്സ് +2 സയൻസ് കഴിഞ്ഞ് വരികയാണ്. അവർക്ക് ആകെ അറിയാവുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രമാണ്. അപ്പോൾ അതിനുശേഷം ഒരു ഫസ്റ്റ് ഇയർ BSc വന്നു കഴിയുമ്പോഴേക്കും അവർക്ക് ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ അവർ ടോട്ടൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിൽ എന്തെല്ലാം പഠിക്കാനുണ്ട്? ഇവർക്ക് ബേസിക്കലി ബയോളജി തന്നെ കുറച്ച് പാർട്ടാക്കിയിട്ടുള്ളതായിരിക്കും. അതായത് ഫിസിയോളജി, അനാട്ടമി, ബയോ കെമിസ്ട്രി, പാത്തോളജി, മൈക്രോബയോളജി, ഇങ്ങനെ 5 സബ്ജക്റ്റ് ആയിട്ടായിരിക്കും ഇവർക്ക് ഫസ്റ്റ് ഇയറിന് പഠിക്കാനുണ്ടാകുക. അത് ഏകദേശം നമ്മൾ ഈ +2 പഠിച്ച ബയോളജി തന്നെയാണ്. അതെ അതെ, എല്ലാ ചാപ്റ്ററും സുവോളജിയിൽ ഓരോ ചാപ്റ്റേഴ്സ് ആണ്. അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുകയാണ് ഫസ്റ്റ് ഇയർ. സുവോളജി എന്നുള്ള ആ ഒരു പേരുള്ള ആ ഒരു സബ്ജക്റ്റ് നമ്മൾ 5 പാർട്ടാക്കി, അത്ര മാത്രം. ഓക്കെ ഓക്കെ. പിന്നെ നമുക്കറിയാം ക്ലിനിക്കൽ പ്രാക്ടീസ്. ഓക്കെ, അങ്ങനെ അതിനെക്കുറിച്ച് ഇത് പറയാമോ? ഏതൊക്കെ സെമസ്റ്ററിലാണ് ക്ലിനിക്കൽ പ്രാക്ടീസ് വരിക? ഫസ്റ്റ് ഇയർ നമുക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് കൊടുക്കുന്നില്ല. കാരണം ഓൾ ഹ്യൂമൻ ബോഡി എന്നൊരു ടോപ്പിക്കിലാണ് അവരുടെ ഫസ്റ്റ് ഇയർ സിലബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അത്യാവശ്യം തിയറി പാർട്ടിന് അതിലുണ്ട്. ആൻഡ് സെക്കൻഡ് ഇയർ തൊട്ട് നമ്മൾ കുറച്ചുകൂടി അനസ്തേഷ്യയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. ആ സമയത്ത് നമുക്ക് ഹാഫ് ഡേ പ്രാക്ടിക്കൽസ്, ഹാഫ് ഡേ തിയറി എന്നുള്ള രീതിയിൽ പോകും. ബിക്കോസ് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നത് OTയിൽ എന്തെല്ലാം സംഭവിക്കുന്നതാണ്. ആ ദിവസം തന്നെ ആ കുട്ടി അവിടെ പോയിട്ട് അത് ക്ലിയർ ചെയ്യണം. വാട്ട് ഇറ്റ് ഓൾ ഹാപ്പനിങ് ഓവർ ദ, എന്താണോ തിയറി പഠിക്കുന്നത് അതൊന്നും തന്നെ പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അനസ്തേഷ്യ ITOT കോഴ്സ് പഠിച്ചിറങ്ങിയ ഒരു കുട്ടിക്ക് എന്താണ് അവന്റെ ജോബ് എന്ന് പറയുന്നത്? അവരുടെ ജോബ് എന്ന് പറയുമ്പോൾ അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിസ്റ്റ് ആണ് ഇപ്പോൾ പഠിച്ചിറങ്ങി വരുന്ന ആളുകൾ. മുമ്പ് അത് അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ സെപ്പറേറ്റ് കോഴ്സായിരുന്നു. ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് എന്താ ജോലി എന്ന് ചോദിച്ചാൽ, നമ്മൾ അനസ്തേഷ്യ ഇൻറ്റുബേഷൻ കാര്യങ്ങളൊക്കെ അസിസ്റ്റ് ചെയ്യുക. ഇതാണ് മെയിനായിട്ടുള്ള ജോബ്. ഡ്രഗ് ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ അനസ്തറ്റിക് മെഷീനെ നമ്മൾ കെയർ ചെയ്യുക. അതായത് ഒരു സർജറിയിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, അതാണ് നമ്മുടെ മെയിൻ റോള്. ആൻഡ് ഈ അനസ്തേഷ്യ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതാണ് സെക്കൻഡ് റോള് വരുന്നത്. അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതാണ് നമ്മുടെ റോള് വരുന്നത്. ആൻഡ് ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിസ്റ്റും കൂടി ആയ സ്ഥിതിക്ക് ഇവർക്ക് സർജറിയിലും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കാം. അതായത് ചില മീൻസ് ഡ്രൈപ്പിങ്ങിലും പല സ്റ്റിച്ചിങ്ങിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഇറ്റ്സ് ലൈക്ക് നമ്മൾ അത് ചെയ്യുന്നു എന്നല്ല, നമ്മൾ അവിടെ നിന്ന് അസിസ്റ്റ് ചെയ്യും, ഹെൽപ്പ് ചെയ്യും, അത് മാത്രം. പക്ഷേ ഈ അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം അനസ്തേഷ്യയിലാണ് ഇവരുടെ മെയിൻ ജോലി വരുന്നത്. ഓക്കെ, അനസ്തേഷ്യ ഒരു പേഷ്യൻ്റ് വന്നിട്ട് അനസ്തേഷ്യ കൊടുക്കുന്ന പീരീഡാണ് കുറച്ച് ക്രിട്ടിക്കൽ പീരീഡ്. നമുക്ക് ആ ഒരു ഇത്ര സമയം കൊണ്ട് ഇതെല്ലാം ചെയ്യണം. ആ സമയത്ത് ഓൾ ടീം ഷുഡ് ബി ദർ. എല്ലാ എക്യുപ്മെന്റും, അതെ, എല്ലാ എക്യുപ്മെന്റും കാര്യങ്ങളായിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കണം. സർജറി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, കമ്പയറിങ് ടു അനസ്തേഷ്യ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെ മൈൻഡിൽ അനസ്തേഷ്യ കുറച്ചുകൂടി റിലാക്സ്ഡും സർജറി ഹറിബറിയുന്ന അല്ല. അനസ്തേഷ്യ കുറച്ചുകൂടി ഹറിബറിയും, സർജറി കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയറാണ് ആക്ച്വലി. ഓക്കെ, അപ്പം ഇവർക്ക് ഇപ്പം എങ്ങനെയാണ് കറന്റ് ജോലി സാധ്യത? എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികളൊന്നും പഠിച്ചിറങ്ങിയ ആളുകളില്ലെന്ന് തോന്നുന്നു. നിലവിലാണെങ്കിലും ഒരു കോളേജിലൊക്കെ ആണെങ്കിൽ വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പം നമ്മൾ കേരളത്തിലാണ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ കോഴ്സ്. അപ്പം അത്തോളം ഒരു സ്കാസിറ്റി ഉണ്ട്, പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. അപ്പം എത്രത്തോളം ഉണ്ട് ഇവരുടെ ജോലി സാധ്യതകൾ? അതായത് ഇപ്പം നമുക്ക് ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന അനസ്തേഷ്യ ടെക്നീഷ്യൻസ് ഒക്കെ ഡിപ്ലോമയാണ്. ഓക്കെ, ആൻഡ് BSc വന്നാൽ അഫ്കോഴ്സ് BScക്കാണ് വാല്യൂ. നമ്മൾ ടെക്നോളജിസ്റ്റ് ആണ്, ടെക്നീഷ്യൻ വിത്ത് നോളജ്. ഓക്കെ, സോ നമുക്ക് വരുമ്പോൾ അവരുടെക്കാളും സാലറിയും സ്ഥാനം കൂടുതൽ കിട്ടും. അപ്പൊ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു AI അല്ലെങ്കിൽ റോബോട്ടിക് കാലഘട്ടത്തിലാണല്ലേ. അപ്പൊ സർജറീസ് ഒക്കെ ആ രീതിയിൽ അഡ്വാൻസ്ഡ് ആവുന്നുണ്ട്. അപ്പം ഈ ഒരു കോഴ്സിലും ആ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്. ആക്ച്വലി നമ്മൾ ടെക്നോളജിസ്റ്റ് ആണ്. ഏത് ടെക്നോളജിയും നമ്മൾ കൈകാര്യം ചെയ്യുന്നു. അത് ഏത് ടെക്നോളജി ആവട്ടെ, എന്ത് പുതിയ സംഭവങ്ങൾ വരട്ടെ, നമ്മൾ അതിനെ ഡീൽ ചെയ്യണം. അതാണ് നമ്മുടെ ജോലി. ഓക്കെ, അല്ലാതെ ഒരു മെഷീനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ജോലിയല്ല നമ്മുടേത്. മെഷീനെ കെയർ ചെയ്യുന്ന ജോലിയാണ് നമ്മുടെ.
ഓക്കെ, ഇപ്പൊ എൻ്റെ ഒരു കസിൻ ആണെങ്കിലും ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് UK-ലാണ്. അപ്പോൾ നമുക്ക് UK അല്ലെങ്കിൽ മറ്റുള്ള കൺട്രിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം എക്സാംസ് ഒക്കെ എഴുതണം, അതിനെക്കുറിച്ചൊക്കെ മാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഏത് കൺട്രീസിൽ പോകാനും അവരായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് എക്സാംസ് ഉണ്ട്. IELTS ആവട്ടെ, DH ആവട്ടെ, HAT ആവട്ടെ, ഇങ്ങനെ കുറേ എക്സാംസ് ഉണ്ട്. സോ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ഏതാണോ അത് നിങ്ങൾ ഈ പഠിക്കുന്ന പീരീഡിൽ തന്നെ നിങ്ങളത് കണ്ടുവെക്കണം. ആൻഡ് ഏത് എക്സാമാണ് അവിടെ ക്രാക്ക് ചെയ്യേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് അതിനുള്ള പ്രാക്ടീസ്, ആക്ച്വലി നമ്മുടെ കോളേജിലൊക്കെ അതിനുള്ള പ്രാക്ടീസ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ളത് ജർമ്മൻ പഠിച്ച് ജർമ്മനി പോകുക എന്നുള്ളതാണ്. സോ നമ്മൾ ഈ ഒരു വർഷം ജർമ്മൻ ക്ലാസ്സസ് ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഏതാണോ ട്രെൻഡ് അതിനനുസരിച്ച് നിങ്ങൾ ഏത് എക്സാം ആണോ ക്രാക്ക് ചെയ്യേണ്ടത് അതിനെ വളരെ ക്ലെവർ ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എനിക്ക് പെർട്ടിക്കുലർ എക്സാം നിങ്ങൾ ഫോളോ ചെയ്ത് അവിടെ പോകണം എന്ന് എനിക്ക് പറയാൻ ഇപ്പോൾ പറ്റില്ല. ബിക്കോസ് ഓരോ കാലത്ത് ഓരോ ട്രെൻഡാണ്. ഇപ്പോൾ ഉള്ള ട്രെൻഡിന് ഇങ്ങനെ നിങ്ങൾ പോകണം. ആൻഡ് ആ സമയത്ത് നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ഏതാണോ ട്രെൻഡ് അതിനെ ഫോളോ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതായത് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്തും അപ്പോൾ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ടെക്നിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ATOT കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട ജോബ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും മാമിന് ആഡ് ചെയ്യാനുണ്ടോ? ആക്ച്വലി അനസ്തേഷ്യ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് അനസ്തേഷ്യ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഇൻറ്റുബേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്പൈനൽ കൊടുക്കുക എന്ന് മാത്രം ഉള്ളതിൽ ഒതുങ്ങിക്കൂടേണ്ടതല്ല. ഏത് മെഡിക്കൽ പ്രൊഫഷണലും ഒരു ജോലി കിട്ടണമെങ്കിൽ അവർക്ക് പല രീതിയിലുള്ള സ്കില്ല് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഏത് മെഡിക്കൽ പ്രൊഫഷണലിലും ഒരു ഡെലിവറി എടുക്കാനും ഒരു പെട്ടെന്നൊരു പേഷ്യൻ്റ് വരുമ്പോൾ ET ട്യൂബ് ഇട്ട് കൊടുക്കാനും ചെസ്റ്റ് ഫിസിയോ കൊടുക്കാനും നമ്മളിപ്പോൾ അനസ്തേഷ്യ കോൺസെൻട്രേറ്റ് ചെയ്ത ജോലി ചെയ്യുന്ന എന്നാൽ പോലും നമ്മൾ എല്ലാ ഭാഗത്തും നമുക്ക് അതിൽ ഒരു അറിവുണ്ടായിരിക്കണം. ബിക്കോസ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എമർജൻസി ആയിട്ട് ഒരാൾ വരുമ്പോൾ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, ഞങ്ങൾ അനസ്തേഷ്യ സൈഡാണ്, ഡെലിവറി ഞങ്ങൾക്ക് അറിയില്ല. ഇങ്ങനെയല്ല, എല്ലാ ഫീൽഡിലും അല്ലെങ്കിൽ എല്ലാ കാറ്റഗറിയിലും നമ്മുടെ ഒരു കയ്യൊപ്പ് വേണം. അതെ അതെ അതെ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ATOT കോഴ്സും അതിനുശേഷമുള്ള ജോലി സാധ്യതയെ കുറിച്ചും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ജിഫ മാം. താങ്ക് യു ഓൾ.